ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒക്ടോബർ മാസത്തെ പ്രാർത്ഥനാ നിയോഗം പ്രകാശനം ചെയ്തു. മിഷനിലുള്ള പങ്കാളിത്തം എന്നതാണ് മാർപ്പാപ്പയുടെ ഒക്ടോബറിലെ പ്രതിമാസ പ്രാർത്ഥനാ നിയോഗം. ഒപ്പം സഭയിൽ കൂട്ടുത്തരവാദിത്വത്തിന്റെ ഒരു മനോഭാവം വളർത്തിയെടുക്കാൻ എല്ലാ വിശ്വാസികളോടും പാപ്പ ആഹ്വാനം ചെയ്തു. മിഷനിലുള്ള പങ്കാളിത്തം എന്ന തന്റെ ഒക്ടോബർ മാസത്തേക്കുള്ള പ്രതിമാസ പ്രാർത്ഥനാ നിയോഗം ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രകാശനം ചെയ്തു. കൂട്ടുത്തരവാദിത്വത്തിന്റെ ഒരു മനോഭാവം വളർത്തിയെടുക്കാൻ എല്ലാ വിശ്വാസികളോടും പാപ്പ ആഹ്വാനം ചെയ്തു. മാർപ്പാപ്പയുടെ വേൾഡ് വൈഡ് പ്രെയർ നെറ്റ്വർക്കിലൂടെ കത്തോലിക്ക സഭയെ മുഴുവനും ഏൽപ്പിച്ചിരിക്കുന്ന ഈ മാസത്തെ നിയോഗത്തിനായുള്ള പ്രാർത്ഥനയിൽ പങ്കുചേരാൻ മാർപ്പാപ്പ വിശ്വാസി സമൂഹത്തെ ക്ഷണിച്ചു. തൊഴിൽ പരിഗണിക്കാതെ എല്ലാവരും തങ്ങളാൽ കഴിയും വിധത്തിൽ മിഷനിൽ പങ്കാളികളാകാനും ഒരുമിച്ച് നടക്കാനും സിനഡാലിറ്റിയുടെ പാത സ്വീകരിക്കാനും കൂട്ടുത്തരവാദിത്വമുള്ളവരായി സഭയുടെ കൂട്ടായ്മയിൽ ജീവിക്കാനും ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ വീഡിയോ സന്ദേശത്തിൽ ഓരോ ക്രൈസ്തവനെയും ഉത്ബോധിപ്പിച്ചു. ഒരാളുടെ ജോലിയെ പരിഗണിക്കാതെ എല്ലാവർക്കും മിഷൻ ദൗത്യമുണ്ടെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ അടിവരയിട്ടു പറഞ്ഞു. സ്വന്തം ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിക്കുക എന്നും പാപ്പ വിശ്വാസി സമൂഹത്തെ ഓർമ്മിപ്പിച്ചു. പുരോഹിതന്മാർ ഒരിക്കലും അൽമായരുടെ മേലധികാരികളല്ല, അവരുടെ ഇടയന്മാരാണെന്ന് വ്യക്തമാക്കുകയും പരസ്പരം പൂരകമാക്കാൻ യേശു നമ്മോട് ആവശ്യപ്പെടുന്നത് എങ്ങനെയെന്ന് പാപ്പ ഊന്നി പറയുകയും ചെയ്തു. ഈ ചൈതന്യത്തോടെ സഭയിലെ എല്ലാ തലങ്ങളിലുമുള്ള മാമോദിസ സ്വീകരിച്ച എല്ലാവരോടും സഭ അവരുടെ ഭവനമാണെന്ന് പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്യുന്നു. അതിനാൽ സഭയെ പരിപാലിക്കാനുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ച് പാപ്പ ഓർമ്മിപ്പിച്ചു. വൈദികരും മതവിശ്വാസികളും അൽമായരും പങ്കിടുന്ന പങ്കാളിത്തവും കൂട്ടായ്മയും ദൗത്യവും പ്രോത്സാഹിപ്പിക്കുന്ന കൂട്ടുത്തരവാദിത്വത്തിന്റെ അടയാളമായി സഭ എല്ലാവിധത്തിലും സിനഡൽ ജീവിതശൈലി നിലനിർത്താൻ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ വീഡിയോ സന്ദേശം അവസാനിപ്പിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.